ഈ ടിനിച്ചേട്ടൻ എനിക്ക് അവിഹിത ബന്ധങ്ങളുടെ ആരോപണം, അതുപോലെ തന്നെ ജിഹാദിയാണ് ഞാൻ. ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഈ 12-നാണ് EC മീറ്റിംഗിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിൽ ഇട്ടു. എന്നിട്ട് പോയേട്ടാ അവിടുന്ന്. എന്തൊക്കെയാണ് നിങ്ങളുടെ അമ്മയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഇടവേളയിൽ എന്തെങ്കിലും ഒരു അനക്കം ഇല്ലാതിരിക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും അനക്കം വെക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിരിക്കും. ഇത്തവണ ഇതുപോലെ ഒരു അനക്കം വെക്കാനായിട്ട് ആരാന്ന് വന്നിരിക്കുന്നത്? നമ്മുടെ ടിങ് ടോം. കോളിംഗ് ബെല്ലുമായിട്ട് സമാനമുള്ള പേരുമായിട്ട് വന്നിരിക്കുക ചേട്ടൻ. പോയേ ഒന്ന് എഴുന്നേറ്റ്. ടിങ് ടോം ചേട്ടൻ. ടിങ് ടോം ചേട്ടന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ അടുത്ത് സ്റ്റേജിൽ ആൾക്കാർ പറയും മോഹൻലാലിനെ കാണിക്കാൻ പറഞ്ഞ ചേട്ടൻ. മോഹൻലാൽ അല്ലേ ചേട്ടാ? മമ്മൂട്ടി എന്ന് കാണിക്കാം. ഓ മമ്മൂട്ടിയില്ലേ ചേട്ടാ? സുരേഷ് ഗോപിയില്ലേ? എന്ത് കാണിച്ചാലും ഒരേ എക്സ്പ്രഷനോട് കൂടി കാണിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം എന്താണ് വ്യക്തമായിട്ട് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വ്യക്തമായിട്ട് ടിനി ടോമിനെ കാണിക്കും. അത് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു എൻട്രിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അമ്മയില് അമ്മ 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 അമ്മയ്ക്കുള്ളിലെ അൻസിബ, ദൃശ്യത്തിലെ മോഹൻലാലിന്റെ ഏറ്റവും മൂത്ത മോള് ജന്നി വന്നിങ്ങനെ വീഴുന്ന കൊച്ച്. ആ കൊച്ച് അമ്മയെന്ന് രാജിവെച്ചെന്ന് പറയുന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിനി തന്നെ. ടിനി ജിഹാദി എന്ന് വിളിക്കുന്നു, കൂടെ ഉള്ളവരെ അതിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിക്കുന്നു. തേർഡ് തിങ്, ആരെങ്കിലും ആണുങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻ ആണ് എന്നുള്ളൊരു അപസ്തുതി. കുശുമ്പ് കുഞ്ഞായ്മ, കയ്യിലുള്ള പരിപാടികളില്ലാത്ത പരിപാടികളൊന്നുമില്ല. കയ്യിരിക്കുന്ന ഫോർഡ് മസ്താങ് ആണെങ്കിലും ഇതൊക്കെ തന്നെ ഇല്ല പരിപാടി. എന്നാൽ കാളവണ്ടി പോണ്ട പരിപാടി കൊണ്ട് മസ്താങ് കൊണ്ട് നടക്കുക. ആദ്യമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കാണാം. താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്നും രാജിവെച്ചതിനു പിന്നാലെ ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ തുറന്നടിച്ചു നടി അൻസിബ ഹസൻ. ടിനി തനിക്കെതിരെ അവിഹിത കഥകൾ പടച്ചുവിടുകയാണെന്ന് അൻസിബ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം ലൈംഗിക ചുവയോടെ സംസാരിക്കും. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി നിരന്തരം ശ്രമം നടത്തി. താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതായി ടിനി പറഞ്ഞു പരത്തിയെന്നും അൻസിബ പറഞ്ഞു. എന്റെ പൊന്നു ടിനി ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഈ ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ വലിയ സംഭവങ്ങളാ. നമുക്ക് കയ്യിൽ നിൽക്കും. നമുക്ക് ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ പോരെ, ചെറിയ എന്തെങ്കിലും ഐറ്റങ്ങൾ. ഇതൊക്കെ വലിയ വലിയ സാധനങ്ങളല്ലേ. അപ്പോൾ എന്താ വേണം, ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളാകുമ്പോഴത്തേക്കിനും അത് വിത്ത് പ്രൂഫ് നിങ്ങളെ അമ്മയ്ക്ക് പരാതി കൊടുത്തിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുപ്പിക്കണം. അവരെ എടുത്ത് നിങ്ങൾ ഗവൺമെന്റിന്റെ പുറത്ത് നിയമ നടപടിക്ക് ഇട്ടു കൊടുക്കണം. ഇല്ലേ? വലിയ വലിയ കാര്യങ്ങളല്ലേ. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മൾ ചർച്ചയാക്കുന്ന നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടുള്ള പരിപാടികളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചെയ്യണ്ടേ? വേണ്ടേ? ഈ ഉള്ള തോന്നിവാസം മൊത്തം അമ്മയ്ക്ക് അത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മിണ്ടാതെ ഒരു സൈഡിൽ നിങ്ങളായിട്ട് തന്നെ ഒതുക്കി തീർക്കാൻ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറേ അധികം കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളായിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കേണ്ട ഒരു സാമാന്യ കോമൺ സെൻസ് ഒക്കെ നമുക്ക് വേണ്ടേ? ഞാന് രാജിവെക്കാൻ കാരണം ടിനി ടോമേട്ടനാണ്. അദ്ദേഹം കുറെ നാളായി എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സംഘടനയാവുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ടാവും, സമാഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തി വൈരാഗ്യമായിട്ട് എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറപ്പാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താൻ താല്പര്യമുള്ള ആളുടെയൊക്കെ കൂടെ എങ്ങനെ കമ്മിറ്റിയിലിരിക്കും? ഞാൻ മത തീവ്രവാദിയാണത്ര. ഞാൻ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ടത്ര. എന്നിട്ട് 2 വ്യക്തികളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം എനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കണില്ല. അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ മറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് നീന കുറുപ്പേച്ചി കേട്ടിട്ടുണ്ട്. ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ തൊഴിലിനെ ബാധിക്കുമോ എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത് മാധ്യമങ്ങളിൽ വരികയും അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് വർക്കുകൾ കുറവാണ്. ഞാൻ ഉള്ള വർക്ക് വെച്ച് സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്കിനെ ബാധിക്കുകയോ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പല ആളുകളിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടിനി ടോമാണ് താൻ താരസംഘടനയിൽ നിന്നും രാജിവെക്കുന്നതിന് കാരണക്കാരനെന്ന് അൻസിബ പറയുന്നു. തൻ്റെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വന്നത് ടിനി ടോം കാരണമാണ്. താൻ ആരോട് സംസാരിച്ചാലും ടിനി ടോം അവരെ ചേർത്ത് തന്നെക്കുറിച്ച് മോശം അപവാദ പ്രചരണം നടത്തുമായിരുന്നു. എന്തൊക്കെയാണ് ടിനി ടോം അണ്ണ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കോളിംഗ് ബെല്ലിന്റെ പേരുമായിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണോ കാണിക്കുന്നത്? ഇതുപോലുള്ള അലിഗേഷനൊക്കെ ഉന്നയിക്കുമ്പോഴത്തേന് മിനിമം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളോ, നിങ്ങൾ വർഷങ്ങളായിട്ട് സിനിമ സീരിയൽ രംഗത്തൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ, അപ്പോഴത്തേക്കിന്
നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലേ, നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ലേ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയാനെങ്കിലും നിൽക്കത്തില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രൊഫഷണൽ ഗ്രഡ്ജോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണോ ഇതിനകത്ത് അടിച്ചിരിക്കുന്നത്? കാരണം അൻസിബയെ പോലൊരു പെങ്കൊച്ച് ഇതിനകത്തൊരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു. ടിൻടോം അണ്ണൻ കുറെ നാളായിട്ട് സ്റ്റേജുകളിൽ ഓടി നടക്കുന്നു, അണ്ണൻ ഇങ്ങനൊന്നും വരുന്നില്ല, അങ്ങനെ വല്ലതും തോന്നിയിട്ടോ അതിന്റെ ഭാഗമായിട്ട് വല്ലതും ആണോ അണ്ണൻ ഇങ്ങനെ ഒരു സംഭവമൊക്കെ പട്ടച്ച് നമുക്ക് ഇട്ട് തന്നിരിക്കുന്നത്? നോക്കാം. ഇത് നോക്കിയിട്ട് പോയാൽ മതി, കാരണം ഇത് ഞങ്ങളുടെ MLA. അയ്യേ, മറ്റേ ഇല്ല പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ MLA ആണെന്ന് പറഞ്ഞൊരു ഡയലോഗ്, ക്യാമറയുടെ ഒക്കെ മുന്നിൽ പോയി നിന്ന് അണ്ണൻ ചേർത്ത് പിടിച്ചങ്ങ്. അത് വളരെ നല്ലൊരിതല്ലേ? നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴത്തേക്കിന് അവർക്കുണ്ടായിട്ടുള്ള ഒരു അപമാനമോ അവർക്കുണ്ടായിട്ടുള്ള നാണക്കേടോ അവരുടെയൊക്കെ മുന്നിൽ വെച്ച്, ക്യാമറയുടെ മുന്നിൽ വെച്ച് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കാണിക്കുന്നത് ടിൻടോം അണ്ണന്റെ ഒരു സ്നേഹപ്രകടനമായിരിക്കും ഇല്ലേ ഇത്? അസലായിട്ടുണ്ട്. അണ്ണന്റെ സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ടിനി ടോം. എന്റെ പൊന്നളിയാ, ഈ 12-നാണ് EC മീറ്റിംഗിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിൽ ഇട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് വെച്ചപ്പോ എന്റെ സ്വന്തമായിട്ടുള്ള തിരക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എന്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പേഴ്സണൽ തിരക്കുകൊണ്ട് രാജിവെച്ച പെൺകുട്ടിയാണില്ലേ ഇങ്ങനെ ഒരു അലിഗേഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്? അടുത്ത നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന്, അതായത് ഞാൻ പുറത്ത് സ്റ്റേജ് ഷോയും സിനിമയും ഈ കോമഡി പരിപാടിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഡീസൽ അടിച്ചിട്ടാണ് അമ്മയിൽ വന്ന് പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ എനിക്ക് ഇതിലൊരു സ്ഥാനം ആവശ്യമില്ല. കാരണം ഏത് സ്ഥാനത്തിരുന്നാലും നന്നായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ചാരിറ്റബിൾ. എന്റെ അയ്യോ ഓർമ്മിക്കല്ലേ പൊന്നെ, ഏത് സ്ഥാനത്തിരുന്നാലും നന്നായിട്ട് പണിയെടുക്കുന്ന പരിപാടി. നിങ്ങളെ ഈ ഗൾഫിലൊക്കെ ഓരോ പരിപാടിക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഓരോ ക്യാരക്ടർ ചെയ്യാൻ പറയുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. കാലം മാറി, ട്രെൻഡ് മാറി, നല്ല അതിഗംഭീരമായിട്ട് പല ആൾക്കാരെയും വ്യക്തമായിട്ട് കാണിക്കുന്ന ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ വന്ന് കോമ്പറ്റീഷൻ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് അണ്ണം മറ്റേ പഴയ സാധനമായിട്ട് നിങ്ങൾക്ക് ആര് ചോദിച്ചാലും, പ്രേം നസീറിനെ ചോദിച്ചാലും ഈ ഒരു ഒറ്റ ആട്ടും കൊണ്ട് നടക്കുന്ന സ്വന്തം സ്റ്റേജ് ഷോയും പരിപാടികളൊക്കെ നടത്തി അതിനകത്ത് കുറച്ച് പൈസ ഒപ്പിച്ച് പെട്രോൾ അടിച്ച് അമ്മയുടെ ആവശ്യത്തിന് വേണ്ടി വരുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരെന്തോ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്തേന് ഒന്ന് മരം ഒന്ന് കുലിക്കാൻ അതിനകത്തൊന്ന് ഒരു 10-20 തറ വീഴുമ്പോഴത്തേന് അതിനകത്ത് ഒരു 10-10 അങ്ങോട്ട് എടുത്തിട്ട് ഏടിക്കൊണ്ട് പെട്രോൾ പമ്പ് കൊണ്ട് അടിച്ചിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ ഓടിച്ചുകൊണ്ട് വരുന്നതാണോ? എല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും ഈ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അല്ല പെട്രോൾ അടിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ആരും മേടിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ സ്വന്തം കാര്യം ന്യായീകരിക്കാനും സ്വന്തം കാര്യം നല്ലതാണ്, ഞാനൊരു അടിപൊളിയാണ്, എന്നിൽ ഔഷധ ഗുണം കൂടുതലുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആരാത് അപ്പുറത്ത് നിന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവൻ എന്തുവടയിൽ ലൈറ്റ് ഇട്ടിരുന്ന് കാണിക്കുന്നത്. അങ്ങനെ എനിക്ക് കുറേ ഔഷധ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും കാണിക്കുന്നതും പറയുന്നതും ഒക്കെ വ്യക്തമായി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടി അണ്ണന്റെ ഹിഡമായിട്ടുള്ള അജണ്ടകളും കാര്യങ്ങളാണെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മതം മാറ്റാൻ ശ്രമിക്കുന്ന ആ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ടിനി ഉന്നയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വ്യക്തിപര ആരോപണങ്ങളാണ്. അതായത് ജിഹാദി എന്ന് വിളിക്കുന്നു, കൂടാതെ മതം മാറ്റാൻ അൻസിബ് ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അൻസിബ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അതിന് പ്രൂഫ് വേണോ? അങ്ങനെ മാറാൻ അതിനുള്ള തെളിവ് വേണം. ഞാൻ എന്റെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്? എന്റെ കൂട്ടുകാരെ മുഴുവൻ അതാണ്. എന്നെ മമ്മൂക്കയാണ് സിനിമ കൊണ്ടുവന്നത്, ആദർശിക്കാണ് ഇതിൽ കൊണ്ടുവന്നത്. ഞാൻ മിമിക്രിക്കാരനാണ്. അവിടെ ജാതിയും മതമൊന്നുമില്ല. മറ്റുള്ള എല്ലാ അയ്യോ പാവം, ഇതൊക്കെ അറിയണ്ടേ? കൂടെ നടന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? നോക്കി കണ്ടൊക്കെ നിക്കണ്ടേ? നിങ്ങളൊരു അമ്മയല്ലേ എല്ലാരും? അപ്പൊ ആ ഒരു അമ്മയ്ക്കകത്ത് ഇങ്ങനെയുള്ള തെമ്മാടിത്തരമൊക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അൻസിബയെ പോലുള്ള ഒരു ഫേക്ക് അലിഗേഷൻ ആണ് പറയുന്നെങ്കിൽ ഇതൊക്കെ കാണണ്ടേ, കണ്ടു പിടിക്കണ്ടേ, തെളിവുകൾ കാണിക്കണ്ടേ? എന്നിട്ട് വേണ്ട സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് ഈ സാമാനങ്ങളൊക്കെ ഇട്ട് തരാനായിട്ട്. ഓൾറെഡി അതിനകത്തുള്ളത് എന്നും ഒരു കാശിനും കൊള്ളത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു സംഘടനയ്ക്കകത്ത് ഇന്ദ്രൻ സേട്ടൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നല്ല പോണൊരു വ്യക്തി. ആ വ്യക്തി അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തം അലമ്പയറ്റമാണെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആലിഗേഷൻസും കേസുകളും ഒക്കെ കൊണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പോലീസിന്റെ ഹിസ്റ്ററി പോലും കാണാതെ ഇതുപോലുള്ള തന്തയില്ല പരിപാടി കാണിക്കുന്ന തെമ്മാടികളുള്ള കാര്യം അല്ലേ?
ഏറ്റവും അവസാനം രഞ്ജിത്തിനെ വരെ തൂക്കിയെടുത്തോണ്ട് പോയി. എന്തിനാണോ എന്തോ, അവ ആണിനെയും കയറി പിടിച്ച് പെണ്ണിനെയും കയറി പിടിച്ച് വഴിയാ പോകുന്നവനെയും കയറി പിടിച്ച് ഇപ്പം അകത്ത് കിടക്കുമെന്ന് പറയുന്നത്. പിടിച്ച് പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ സംഘടനയിലുള്ള എൻ്റെ പൊന്നളിയാ ഇനി കേസുകൾ കുത്തിപ്പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ പല സിനിമയിലുള്ള ഹീറോസും താഴോട്ടിറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷനായിരിക്കും വരുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരാൾ ഈ സംഘടനയിൽ നിന്ന് തന്നെ കേസിന്റെ ഭാഗമായിട്ട് കിടഞ്ഞ് വലഞ്ഞ് അവസാനം അതിൽ നിന്ന് കുറ്റവിമുക്തനായി വന്നതിന് ശേഷം സംഘടനയുള്ളവർ തന്നെ വീണ്ടും കുത്തി ഇത് കുറ്റവിമുക്തനല്ല കുറ്റക്കാരനാണ് എന്ന് പറയുന്ന അതുപോലൊരു വൃത്തികെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റിട്ടയർഡായ കുറേ ആൾക്കാർക്ക് കുറച്ച് ഫണ്ട് സമാഹരിച്ച് മാസം 5000 രൂപ 6000 രൂപ വെച്ച് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു സംഘടനയുടെ ആധികാരികത എത്രയോ ഉണ്ടെന്നുള്ളൊരു കാര്യം. ഇതിനകത്ത് അൻസിബ എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു സപ്പോർട്ടും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി അമ്മ എന്ന് പറഞ്ഞ സംഘടന പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് പല കേസിനും. അപ്പം ഫീൽഡിൽ വലിയ ബന്ധമില്ലാതെ നിൽക്കുന്ന, ഫീൽഡുമായിട്ട് വലിയ ടച്ച് ഇല്ലാതെ നിൽക്കുന്ന, അല്ലേ, വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി ഇതുപോലൊരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങും ഇങ്ങും അങ്ങും എത്താതെ തന്നെ പോകുന്ന ഒരു കാര്യമായിരിക്കും.